നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. മച്ചാനെ മസാല റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് മസാല. ഇപ്പൊ സമയം എനിക്കിവിടെ 1:40 ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അത് സംഭവം റീസ്റ്റാർട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാന്നൊക്കെ വിചാരിച്ച അവസാനം ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫ് വന്ന് വിളിച്ചിട്ട് നിങ്ങൾ എണീച്ചില്ല, നിങ്ങൾ എന്തേ കാണിക്കുന്നതൊക്കെ ചോദിച്ചു, ടി വി ഒക്കെ വെച്ചിട്ട് കിടക്കണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കളി തുടങ്ങുന്നൊക്കെ പറഞ്ഞു. കളി തുടങ്ങുമ്പോൾ 4 മിനിറ്റ് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ കാണാമെന്ന് വിചാരിച്ചിരുന്നു. അവസാനത്തെ നിമിഷങ്ങൾ കളി തുടങ്ങി. നമ്മൾ ടിപ്പിക്കലി ബോൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം കളി തീരാൻ ഒരു 1-2 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ആംഗൽ ഡി മറിയ നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ അവിടെ നിന്ന് റൈറ്റ് വിങ്ങിൽ നിന്ന് ബോൾ എടുത്ത് ക്യാരി ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരായിരുന്നു. കൈസഡോ അത് ചാലഞ്ച് ചെയ്തു പറഞ്ഞാൽ പുള്ളിക്കാരൻ ഉന്തിയൊന്നും ചെയ്തില്ല, പക്ഷെ ഹി വാസ് വെരി ക്ലോസ്. അപ്പം ഡി മറിയ അത് യൂട്ടിലൈസ് ചെയ്തു, വീണു. റെഫറി അത് ഫൗൾ കൊടുത്തു. റെഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കഴിവ് കേട്ട ഒരു മനുഷ്യൻ. പൊന്നാളി, ഇത്രയ്ക്ക് കഴിവില്ലാത്തവന്മാരൊക്കെ ആയിട്ട് റെഫറി ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഈ ജോലിക്ക് വല്ല അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കാം. അതവിടെ കിടക്കട്ടെ. പുള്ളിക്കാരൻ ഫൗൾ വിളിച്ചു. ഈ ഫൗൾ വിളിച്ചു കഴിഞ്ഞിട്ട് ഫ്രീ കിക്ക് കിട്ടി. അപ്പോൾ ഫ്രീ കിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ തൊട്ടും കുറച്ച് മുന്നിലോട്ടായിട്ടാണ്. നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ആംഗിളിൽ വെച്ചിട്ട് നോക്കിക്കോ. അവിടെ നിന്ന് ഡീമറി എന്ത് ചെയ്യുന്നു, ഫ്രീ കിക്ക് എടുക്കുന്നു. ഫ്രീ കിക്ക് എടുത്തിട്ട് ഇപ്പുറത്തെ പെനൽറ്റി, അതായത് നമ്മുടെ സെക്കൻഡ് പോസ്റ്റിലേക്ക് ടിപ്പിക്കലി അവിടെ ക്രോസ് കൊടുക്കുന്നു. ഈ ക്രോസ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ ബെൻഫിക്കയുടെ അറ്റാക്കർ പെനൽറ്റി ബോക്സിലേക്ക് ഹെഡ് ചെയ്യുന്നു. നമുക്ക് ഹെഡ് ചെയ്യുന്ന സമയത്ത് ഈ ബോളിനോടൊപ്പം തന്നെ തല ഇങ്ങനെ ചാടി, അതായത് ബോൾ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചാടുമല്ലോ. നമ്മളിങ്ങനെ ചാടിയപ്പോൾ ചാടി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കും, എന്നിട്ട് ഇങ്ങനെ തിരിയും. ആ ചാടി അങ്ങോട്ട് തിരിഞ്ഞു. പുള്ളിക്കാരൻ്റെ ഹെഡ് വന്നപ്പോഴത്തേക്കും മാലോ ഗുസ്തോന്റെ കയ്യിൽ തട്ടി. അത് പെനൽറ്റി റിവ്യൂ ചെയ്തു, പെനൽറ്റി കൊടുത്തു. ആംഗൽ ഡി മറിയ സ്കോർ ചെയ്തു. അതോടെ എക്സ്ട്രാ ടൈം. സ്കോർ ചെയ്ത സമയത്ത് മനുഷ്യന് വായി തോന്നുന്ന തെറിവിലേക്കായിരുന്നു. ഞാൻ മാരസ്കാൻ അങ്ങനെ ഒച്ചയും പാളൊക്കെ ആയിരുന്നു. ഈ മറ്റേ ഗുസ്തോന്റെ സെക്കൻഡ് പോസ്റ്റ് ഡിഫെൻഡിങ് കാരണം തന്നെ നമ്മൾ കുറെ കളികൾ കൊണ്ട് തോറ്റിട്ടുണ്ട്. ആദ്യം ലേബായ് കോൾവിന്റെ ഓഫ്സെറ്റ് ട്രാപ്പ് ആയിരുന്നു. അപ്പോൾ ഗുസ്തോന്റെ പൊസിഷനിങ് ആയിരുന്നു. എനിക്ക് മനുഷ്യന് ഉറക്കവും കളഞ്ഞ് അത്രയും നേരം കാത്തിരുന്നിട്ട് നമ്മളൊന്ന് ഗെയിം ഫിനിഷ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഭ്രാന്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കളി കഴിഞ്ഞ് കലിപ്പായിട്ടിരിക്കുമ്പോൾ എക്സ്ട്രാ ടൈം തുടങ്ങി. എന്ത് കോപ്പാണ് കാണിക്കാൻ പോണത്, മിക്കവാറും തോക്കുന്നൊക്കെ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് സമയത്ത് എക്സ്ട്രാ ടൈമിൽ വന്നു. എക്സ്ട്രാ ടൈമിൽ വരുന്ന സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ബെൻഫിക്കയുടെ പ്ലെയർ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, ആരെയാ ചാലഞ്ച് ചെയ്ത് കാലെടുത്തിട്ട് നല്ല ചാലഞ്ച് ചെയ്തു. ഒരു ഹൈബൂട്ട് ചാലഞ്ചാണ്. പുള്ളിക്കാരന് സെക്കൻഡ് യെല്ലോ, പുള്ളിക്കാരന് റെഡ്. അപ്പം റെഫറിയോട് എനിക്ക് ചെറിയൊരു സഹതാപമൊക്കെ തോന്നി, സ്നേഹമൊക്കെ തോന്നി. കൊള്ളാം. ഇവൻ പൊട്ടനാണെങ്കിലും പൊട്ടനല്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അതോടെ ബെൻഫിക്ക 10 ആളുകളായിട്ട് കുറഞ്ഞു. എക്സ്ട്രാ ടൈം ഏകദേശം അപ്പോഴും 1-1 നമ്മൾ വേറെ ഗോളിലൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ടൈമിലേക്ക് നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞിട്ട് അവർക്ക് 10 ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്യുമല്ലോ. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവർക്ക് 2 മനോഹരമായ ചാൻസ്. അവർ രണ്ടും നേരെ സാഞ്ചസിലേക്ക് അടിച്ചിരിക്കുന്നു. ഒന്ന് ഡീമറിയേക്കും, ഒന്ന് വേറൊരു പ്ലെയറിനും. രണ്ടും അവരുടെ ഷോട്ട് അങ്ങനെ കാര്യമായിട്ട് സാഞ്ചസിനെ ടെസ്റ്റ് ചെയ്തില്ല. നേരെ സാഞ്ചസിന്റെ കയ്യിലേക്ക്. നമുക്ക് 1-2 ചെറിയ അവസരങ്ങളൊക്കെ കിട്ടി. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഫസ്റ്റ് എക്സ്ട്രാ ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. എക്സ്ട്രാ ടൈമിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. 0-0. അപ്പോഴത്തേക്കും നമ്മൾ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു, പണി വാളി, ഇതിന് പെനൽറ്റിയിലേക്കൊക്കെ പോവുക. കാരണം ബെൻഫിക്കയ്ക്ക് പെനൽറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, അവന്മാർ ഹാപ്പിയാണ്. 10 ആൾക്കാരായിട്ട് കുറഞ്ഞിരിക്കുകയാണ്, നമുക്ക് 14 ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പെനൽറ്റിക്ക് വേണ്ടിയേ കളിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് കൈസഡോ ഒരു ബോൾ വിൻ ചെയ്തിട്ട് അത് കോൾ പാൽമറിന് പുള്ളിക്കാരൻ ലേ ഓഫ് ചെയ്യും. കോൾ പാൽമറിന് ലേ ഓഫ് ചെയ്തിട്ട് കോൾ പാൽമർ അത് നൈസായിട്ട് അപ്പുറത്ത് നമ്മളൊരു പ്ലെയറിന് ലേ ഓഫ് ചെയ്യും. ആരാണ്? കുക്കുറയാണെന്ന് തോന്നുന്നു. കുക്കുറയാണ് കൈസഡാണ്, ഓർമ്മയില്ല, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ട്രൂബിൻ, അതായത് അവരുടെ ഗോൾ കീപ്പറിന്റെ ചെറിയൊരു മിസ്റ്റേക്കാണ്. ട്രൂബിൻ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്യും. ആ ഡൈവ് ചെയ്തത് ബോൾ പെനൽറ്റി ഉള്ളിലേക്ക് പോകുന്നില്ല, അത് പുറത്തേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ വന്നത്തേക്കും ഓട്ടോമാറ്റി ഓടി വന്നിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും എൻകുങ്കുവിനെ കാലി തട്ടിയിട്ട് ഉള്ളി പോകുന്നില്ല. അത് പെനൽറ്റി ആ ഗോൾ പോസ്റ്റിന്റെ തൊട്ട് മുമ്പിൽ നിൽക്കും. അപ്പോഴത്തേക്കും എൻകുങ്കു എണീറ്റ് തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ ഷോട്ട്. അതും ഒരു 2 അടിയേ ഉള്ളൂ ആ ഗോൾ ലൈനിൽ നിന്ന്.
പക്ഷെ ആ ഒരു മൊമെന്റിൽ ഗോൾ അടിക്കും. ഈ ഗോൾ അടിച്ച് കഴിഞ്ഞിട്ട് മെറസ്കയും പ്ലേയേഴ്സൊക്കെ കൂടെ എൻകൂങ്ങിൻ്റെ അടുത്ത് ഒരു ഓട്ടമുണ്ട്. എന്തോ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് അടിച്ചൊരു ഫീല്. കാരണം റെഫറി നമുക്കെതിരെ, തണ്ടർ സ്റ്റോം നമുക്കെതിരെ, കളി തീർക്കേണ്ട ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലിപ്പായിരിക്കുന്ന സമയത്ത് എൻകൂങ്ങിൻ്റെ ഗോളും മൊത്തം ആഘോഷം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2-1 ഒരു സമാധാനം, ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ സ്വാഭാവികം ബെൻഫീക്ക അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു അവസരത്തിൽ നമുക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അതിൽ പെഡ്രോ നെറ്റോനെ റിലീസ് ചെയ്യുന്നു. നെറ്റോ പോകുന്നു, സുഖമായിട്ടൊരു ഗോൾ അടിക്കുന്നു, 3-1. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അവസരം. 4ാമത്തെ ഗോൾ എൻകൂങ്ങിനെ സമ്മതിക്കണം. അതായത് നമ്മുടെ ഫെർണാൻഡോ ടോറസിന്റെ ഗോൾ ഓർമ്മയുണ്ടോ ബാർസലോണയ്ക്കെതിരെ? നമ്മൾ ഗോൾ ലൈൻ ക്ലിയറൻസ്, സാഞ്ചസ് ഇതുപോലെ പറഞ്ഞാൽ ക്ലിയർ ചെയ്യും. നമുക്ക് അവർ ബെൻഫീക്ക അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ബോൾ സാഞ്ചസ് ഇങ്ങനെ ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻകൂങ്കു അത് ഭയങ്കര ഹൈ ബോളാണ്. എൻകൂങ്കു അത് കാലും കൊണ്ട് ഒരുപാട് കൺട്രോൾ ചെയ്യില്ല. പക്ഷെ ഒന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറച്ചിട്ട് പാൽമറിന് കൊടുക്കും. പാൽമർ നേരെ നൈസായിട്ട് ഡ്രൂസ്ബെറി ഹോൾ ഫിനിഷ് ചെയ്തു, 4-1. അതോടെ കളി 4-1 അവസരം. ഒരു റൗണ്ട് ഓഫ് 16 ഒക്കെ ഒരു നോക്കൗട്ട് സ്റ്റേജിന്റെ ഒക്കെ ഒരു മസാല ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്തത് അവസാന നിമിഷങ്ങളാണ്. അതല്ലാണ്ട് മൊത്തത്തിൽ കളി നമ്മൾ നല്ലോണം ഡോമിനേറ്റ് ചെയ്തു, നല്ല രീതിയിൽ കളിച്ചു, പ്രൊഫഷണലി തന്നെ കളിച്ചു. അവർക്ക് ഒരു ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തില്ല. സാഞ്ചസിനൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല. വി വർ റിയലി ഗുഡ്. പക്ഷേ ആ തണ്ടർ സ്റ്റോം എന്ന് പറഞ്ഞ ഭണ്ഡാര സാധനം വന്നു. 1 മണിക്കൂറോ 2 മണിക്കൂറോ എനിക്ക് ഓർമ്മയും കൂടെ കിട്ടുന്നില്ല ഇപ്പം എത്ര നേരം എടുത്തു എന്നുള്ളത്. അത്രയും കഴിഞ്ഞ് നമ്മൾ വന്നു. അതിനുശേഷം അവരൊരു കോപ്പിലെ പെനൽറ്റി അടിച്ചു. അതിനുശേഷം എൻകൂങ്കുവിൻ്റെ ഗോള്, പെഡ്രോ നെറ്റോൻ്റെ ഗോള്, ഡ്രൂസ്ബെറി ഹോളിൻ്റെ ഗോള്. ആൻഡ് പാൽമറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് വാസ് എക്സെപ്ഷണൽ. സമ്മതിച്ചു. അവൻ തിരിച്ച് ഫോമിലേക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സെപ്ഷണൽ ഡിസിഷൻ മേക്കിംഗ്. കൈസഡോ വാസ് ദ മാൻ ഓഫ് ദ മാച്ച്. കൈസഡോ കുക്കുറയൊക്കെ ഫുള്ളിരുന്ന് കളിച്ചു. അവരിനി 2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്ന് പോയി കളിച്ചു. ഓവറോൾ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് എൻഡ് റിസൾട്ട്. അതൊരു മോട്ടിവേഷണൽ എൻഡ് റിസൾട്ട് ആയിരിക്കും. കാരണം ജയിക്കേണ്ട കളി നമ്മളെ തണ്ടർ സ്റ്റോം എന്ന് വന്നിട്ട് നമ്മൾ കുറേ നേരം പുറത്തിരുന്നു. അപ്പോൾ ബെൻഫീക്ക വന്നു, ഡ്രോ ചെയ്തു, നമ്മൾ തിരിച്ചെടുത്തു, 4-1 പോളി. നമ്മുടെ കംബാക്ക് മെന്റാലിറ്റി വേറെ ലെവലാണ്. റൗണ്ട് ഓഫ് 16 ഇനി നമ്മൾ പാൽമെറസിനെ നമ്മൾ നേരിടാൻ പോവുകയാണ്. ഇതിന് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിരുന്നെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ പെട്ടെന്ന് ഓർമ്മയിലാണ് ഞാൻ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പ്ലെയറുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അത് വലിയ കാര്യമാക്കി എടുക്കരുത് എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷ. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, വർത്ത് ഇറ്റ്. 1:45 ഇതിപ്പോൾ നിങ്ങൾ നാട്ടിൽ സമയം വെളുപ്പിനെ ആകുമ്പോഴത്തേക്ക് ഇത് എന്താ സംഭവിച്ചെന്നൊക്കെ അന്വേഷിക്കണ്ടാവും. ഇതായിരുന്നു നടന്നത്. ഒരു പക്ഷേ ആ ഭാഗം മുഴുവനും റീപ്ലേ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ഹൈലൈറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ഡു ലെറ്റ്